ഈ SDPI-യുമായി ഇടതുപക്ഷത്തിന് ഡീൽ ഉണ്ടെന്നാണല്ലോ വി.ഡി. സതീശൻ പറയുന്നത്. അതിനെക്കുറിച്ച് ആഗ്രയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇതുവരെ ഏത് മുന്നണിയെ പിന്തുണയ്ക്കുമെന്ന് SDPI പ്രഖ്യാപിച്ചിട്ടില്ല. 36 മണ്ഡലങ്ങളിൽ SDPIക്ക് സ്ഥാനാർത്ഥികളുണ്ട്. ബാക്കി 104 മണ്ഡലങ്ങളിലെ പിന്തുണ സംബന്ധിച്ചാണ് ഇനി അറിയാനുള്ളത്. ഇതിനിടെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ SDPI പിൻവലിച്ചിട്ടുമുണ്ട്. BJPയുടെ സാധ്യത ഇല്ലാതാക്കാനാണ് ഈ നടപടി എന്നാണ് SDPI നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേമം, മങ്കട, വേങ്ങര മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ SDPI പിന്തുണയ്ക്കുമെന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി എന്താണ് എന്നതും ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. SDPI വോട്ടുകൾ വേണ്ട എന്ന് ഇടതുപക്ഷം പരസ്യമായിട്ട് പറഞ്ഞാലും നേമത്ത് BJP സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പുവരുത്താൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് SDPI പ്രവർത്തകരും അനുഭാവികളും വോട്ട് ചെയ്യുക. അതേപോലെ തന്നെ SDPI ശക്തമായി എതിർക്കുന്ന KM ഷാജി എവിടെ നിന്നാലും എതിർത്ത് വോട്ട് ചെയ്യുക എന്നത് അവരുടെ മറ്റൊരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. ഇനി മങ്കടയുടെ കാര്യം പറയാം. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റാണ്. അവിടെ പ്രാദേശിക SDPIക്കാരുടെ പിന്തുണ ഈ ലീഗ് വിമതന് തന്നെയാണ്. UDF-ൽ നിന്നും മണ്ഡലം പിടിച്ചെടുക്കാനുള്ള അടവ് നയത്തിന്റെ ഭാഗമായാണ് മുൻ ലീഗ് നേതാവിനെ മങ്കടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മുമ്പ് KT ജലീലിനെ ഇടതുപക്ഷത്ത് എത്തിച്ചതിന് സമാനമായ ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണിത്. ആ സ്ഥാനാർത്ഥിക്കാണ് SDPI പ്രവർത്തകർ പിന്തുണ നൽകുന്നതും. അതായത് SDPIയുടെ ഈ പിന്തുണയ്ക്കെല്ലാം അവർക്ക് പറയാൻ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നത് എന്തായാലും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ CPM-നെയോ ഇടതുപക്ഷ നേതൃത്വത്തെയോ ഇക്കാര്യം പറഞ്ഞങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താനൊന്നും കഴിയില്ല. ഇനി ആരോപണം ഉന്നയിക്കുന്ന V.D. സതീശനോടും KM ഷാജിയോടും തിരിച്ച് 2 ചോദ്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട്. അതിലൊന്ന്, മഞ്ചേശ്വരത്ത് SDPI പിന്തുണ വേണ്ട എന്ന് പരസ്യമായിട്ട് പറയാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നത് തന്നെയാണ്. മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന ലീഗ് സ്ഥാനാർത്ഥി പരസ്യമായിട്ട് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞാലും മതി. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അതാണ് ആദ്യം പറയേണ്ടത്. മറ്റൊരു ചോദ്യം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടില് SDPI-യുമായുള്ള കൂട്ടുകെട്ട് തള്ളിപ്പറയാൻ UDF നേതാക്കൾ തയ്യാറാകുമോ എന്നത് തന്നെയാണ്. SDPI പ്രവർത്തകർ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും വോട്ട് ചോദിക്കുന്നുണ്ട്. അത് വേണ്ട എന്ന് പറയാൻ ഇനിയെങ്കിലും V.D. സതീശനും KM ഷാജിയും തയ്യാറാവുകയാണ് വേണ്ടത്. SDPI-യുമായിട്ട് ഏതെങ്കിലും തരത്തിൽ CPM നേതൃത്വം സഖ്യമുണ്ടാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്ന് CPM നേതൃത്വവും മുഖ്യമന്ത്രിയും ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. BJP ഉയർത്തുന്ന ഭീഷണി നേരിടാൻ ഇടതുപക്ഷത്തിനാണ് കരുത്ത് എന്ന് കണ്ടാകും അവർ പിന്തുണയ്ക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. SDPIക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് അവരുടെ മാത്രം ചോയ്സുമാണ്. മുമ്പ് UDF സ്ഥാനാർത്ഥികളെയും SDPI പിന്തുണച്ചിട്ടുണ്ട് എന്നതും നാം മറന്നു പോകരുത്. മുമ്പൊരിക്കൽ കൊണ്ടോട്ടിയിലെ തുറക്കലിലെ KTDCയുടെ ഒരു ഹോട്ടലില് ലീഗിന്റെ ഉന്നത നേതാക്കളുമായിട്ട് SDPI നേതാക്കൾ ചർച്ച നടത്തി പുറത്തു വന്ന ദൃശ്യം വലിയ വിവാദമായത് അഭിരാമി ഓർക്കുന്നില്ലേ? എന്തായാലും അതുപോലെ ഒരു ദൃശ്യവും CPM നേതാക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല അഭിരാമി.